യേശു നൽകും ദൂതുകളേന്തി വരുന്നു ഞങ്ങൾ ചങ്ങാതി, വരുന്നു ഞങ്ങൾ ലിറ്റിൽ നിൽക്കും കൂട്ടുകാരൻ നിങ്ങൾക്കരികെ. യേശു നൽകും ദൂതുകളേന്തി വരുന്നു ഞങ്ങൾ ചങ്ങാതി, വരുന്നു ഞങ്ങൾ ലിറ്റിൽ നിൽക്കും കൂട്ടുകാരൻ നിങ്ങൾക്കരികെ. വാ വാ ചങ്ങാതി, വാ വാ ചങ്ങാതി, ലിറ്റിൽ മിക്കിനോട് ചേർന്ന് ഈശോയെ വാഴ്ത്താം. വാ വാ ചങ്ങാതി, വാ വാ ചങ്ങാതി, ലിറ്റിൽ മിക്കിനോട് ചേർന്ന് ഈശോയെ വാഴ്ത്താം. Hero Jesus, hero Jesus, makes us into little heroes. Hero Jesus, hero Jesus, makes us into little heroes. ലിറ്റിൽ മിക്കിനോട് ചേർന്ന് ഈശോയെ വാഴ്ത്താം. വാ വാ ചങ്ങാതി, വാ വാ ചങ്ങാതി, ലിറ്റിൽ മിക്കിനോട് ചേർന്ന് ഈശോയെ വാഴ്ത്താം. വാ വാ ചങ്ങാതി, വാ വാ ചങ്ങാതി, ലിറ്റിൽ മിക്കിനോട് ചേർന്ന് ഈശോയെ വാഴ്ത്താം. വാ വാ ചങ്ങാതി, വാ വാ ചങ്ങാതി, ലിറ്റിൽ മിക്കിനോട് ചേർന്ന് ഈശോയെ വാഴ്ത്താം. തടിയമ്പിനായി വരുന്നു. നമുക്ക് അവനെ കളിക്കാൻ വിളിക്കാം. അവൻ ആരുടെയും കൂടെ കൂടില്ല. എല്ലാവരും അവനെ തടിയാന്ന് വിളിച്ച് കളിയാക്കുന്നത് അവന് വിഷമമാണ്. അവൻ ഏതു നേരവും തിന്നണമെന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ. ആര് ചോദിച്ചാലും ഒന്നും കൊടുക്കുകയില്ല. പിന്നെ എങ്ങനെ കൂട്ടുകാരുണ്ടാവും? എടാ തടിയമ്പിനോയി, വാ പന്ത് കളിക്കാം. എനിക്കിപ്പോ തിരക്കാ, നാളെ വരാം. തിന്നാനുള്ള തിരക്കാണോ? പോടെണ്ണ, എനിക്ക് ഇഷ്ടമുള്ള ഞാൻ ചെയ്യും. ഞങ്ങൾ നിന്റെ തടി കുറയട്ടെ എന്ന് വിചാരിച്ചാണ് കളിക്കാൻ വിളിച്ചത്. തടി എൻ്റെ ദേഹത്തല്ലേ, നിന്റെ അല്ലല്ലോ. എൻ്റെ കാര്യം ഞാൻ നോക്കിയോളാം. തീറ്റയോടുള്ള ഇവന്റെ ആർത്തി എന്നെ തീരും. ബിനോയുടെ മമ്മ അവനെ തീറ്റപ്രിയനാക്കിയത്. മമ്മി ആത്മാർത്ഥമായി വിചാരിച്ചാൽ ബിനോയുടെ തീറ്റ കുറയ്ക്കാം. അവന്റെ പപ്പ ഒരു പാവാ. ക്രിസ്മസിന് നമുക്കെല്ലാവർക്കും ഒരു ട്രീറ്റ് തന്നില്ലേ? അന്നാണ് ബിനോയുടെ പപ്പയെ പരിചയപ്പെട്ടത്. അന്ന് അവന്റെ മമ്മി നിർബന്ധിച്ച് കേക്ക് തീറ്റിക്കുന്നത് കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ ബിനോയുടെ കാര്യം പോക്കാണെന്ന്. അവന്റെ പപ്പ തടഞ്ഞിട്ടും വകവയ്ക്കാതെ അവന്റെ മമ്മി അവന്റെ വയറ് കുത്തി നിറയ്ക്കായിരുന്നു. കഷ്ടം. ഇങ്ങനെ കുറെ കാലം കഴിയുമ്പോൾ അവൻ അസുഖം വരില്ലേ? പിന്നെ ഭക്ഷണം തൊടാൻ പറ്റുമോ? നമുക്ക് അവന്റെ മമ്മിക്ക് ഒരു കൗൺസിലിംഗ് കൊടുത്താലോ? കൗൺസിലിംഗ്? അങ്ങോട്ട് ചെല്ല്, നിന്നെ പൊക്കിയെടുത്ത് അമ്മാനമാടും. ശരിയാ, വേണ്ടാത്തതിനൊന്നും പോകണ്ട, നേരം വൈകി. നമുക്ക് നാളെ കാണാം. ബൈ ബൈ.
കൂട്ടുകാരെ, ഒരു നിമിഷം ഇന്നത്തെ സന്ധ്യാപ്രാർത്ഥന സമയത്ത് എല്ലാവരും ബിനോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. ഓക്കെ ബൈ. ഇത്ര നേരത്തെ എവിടെ പോകുന്നു? പപ്പാ, കേക്കോ ചോക്ലേറ്റ് വാങ്ങിക്കണം. 50 രൂപ താ. ചോദിച്ചതിന് ഉത്തരം താ. സ്കൂൾ ബസ് വരാൻ നേരം ഇനിയുമുണ്ട്. നേരത്തെ നീ എങ്ങോട്ടാ? അതെ പപ്പാ, 2 മൈൽ വരെ നടന്നിട്ട് സ്കൂൾ ബസ്സിൽ കയറിക്കോളാം. മിടുക്കൻ. നല്ല കാര്യമാ. സ്കൂളിൽ നടന്നുപോയി പഠിക്കണം. നിന്റെ ശരീരപ്രകൃതിക്ക് ഏറ്റവും യോജിച്ചതാ അത്. അതല്ല പപ്പാ, 1 മൈൽ കഴിഞ്ഞ് ഒരു പുതിയ ബേക്കറി തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ തുടങ്ങിയതാ. അവിടെയാ കോക്കോ ചോക്ലേറ്റ്. സ്വീറ്റ്സ് കടയിൽ കയറാനാ 50 രൂപ ചോദിച്ചത് അല്ലേ? ഇന്ന് നീ കൊക്കോ ചോക്ലേറ്റ് തിന്നണ്ട. അതെന്താ അവന് ചോക്ലേറ്റ് തന്നാല്? അവന്റെ വയറ് കേടാകും, തടിയും കൂടെ. നിങ്ങൾ ഇക്കാര്യം പറഞ്ഞ് വഴക്കിടണ്ട. മമ്മി 50 രൂപ താ. തന്നില്ലെങ്കിൽ ഞാൻ കടം മേടിക്കും. എന്റെ പൊന്നിന് ഞാൻ പണം തരാം, വാ. എന്റെ ഈശോയെ, തടി കൂടിയാലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് അമ്മയോടും മോനോടും കഴിയുന്നത് ഞാൻ പറയുന്നുണ്ട്. അവർക്കത് മനസ്സിലാകുന്നില്ല. എന്റെ മോന്റെ ആരോഗ്യം വളരെ മോശമാണ്. ഈ അവസ്ഥയിൽ സ്വർഗീയ സഹായം തന്ന് അവനെ രക്ഷിക്കണമേ. ഒരു സമാധാനം കിട്ടിയ പോലെ. മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണല്ലോ. ദൈവമേ, അങ്ങിൽ ഞാൻ ശരണപ്പെടുന്നു. ആരാ വരുന്നത് നോക്കിക്കേ. കൂട്ടുകാരെ, ഇങ്ങോട്ട് നോക്ക്, ആരോ വരുന്നുണ്ട്. ഇനി എന്നെ പറ്റിക്കാമെന്ന് കരുതണ്ട. ഈ മീൻ തിന്നു തീർക്കാതെ ഇനി ഞാൻ എങ്ങോട്ടും നോക്കില്ല. ഏതോ ഒരു വിചിത്ര ജീവിയെ പോലെ ഉണ്ടല്ലോ. നമുക്ക് ഓടി രക്ഷപ്പെട്ടാലോ? ഓ, വല്ല അന്യഗ്രഹ ജീവികളുമാണോ ആവോ? കണ്ണുപൊട്ടന്മാര്, അത് അന്യഗ്രഹ ജീവിയൊന്നുമല്ല. പിന്നെ എന്താ? ക്ഷമിക്ക്, നേരിട്ട് കാണാമല്ലോ, പേടിക്കേണ്ട. കണ്ടേട്ടാ? ഓ, എന്താ ചുണ്ടാ? കണ്ടേട്ടനെ ഫ്രണ്ടാക്കാൻ കാരണം എന്താ? നിന്റെ പിറകെ ഓടി എന്റെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം ഞാൻ വെറുതെ കളഞ്ഞു. എപ്പോഴാണ് ചേട്ടൻ മാറി ചിന്തിച്ചത്? എടാ, മൂങ്ങാച്ചേട്ടനുണ്ടല്ലോ, നമ്മുടെ മൂങ്ങാച്ചേട്ടൻ. ആ മൂങ്ങാച്ചേട്ടന്റെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ്സിൽ പോയപ്പോഴാണ് പ്രശ്നങ്ങൾ വേറെ രീതിയിലും കൈകാര്യം ചെയ്യാമെന്ന് ഞാൻ പഠിച്ചത്. ഇനി ചേട്ടൻ എപ്പോഴാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ്സിൽ പോകുന്നത്? അതെന്താടാ നീ അങ്ങനെ ചോദിച്ചത്? അല്ല, ഇനിയും മാറി ചിന്തിക്കുമോന്നറിയാനാ. പോടാ ചുണ്ട, നിനക്കെന്നെ ഇപ്പോഴും സംശയല്ലേ? അതെന്റെ ഫീലിങ്സിൽ തൊട്ടു. സോറി ചേട്ടാ, സോറി. ഇവനെ സൂക്ഷിക്കണം. ഇവൻ ബുദ്ധിയുള്ളവനാ. ഒന്നുകൂടി ശ്രദ്ധിച്ചു വേണം കാര്യങ്ങൾ നീക്കാൻ. ഞാനെന്താ സ്വപ്നം കാണുകയാണോ? അയ്യോ, ഇവൻ പൂച്ചവർഗത്തിന് തന്നെ അപമാനമാണല്ലോ. ഹായ് ഫ്രണ്ട്സ്,
എന്താണ് തുറച്ചു നോക്കുന്നത്? തുറച്ചു നോട്ടം ഒരു കുറ്റമാണെന്നറിയില്ലേ? അതെ, നിന്നെ തുറച്ചു നോക്കാതെ ഞാൻ കടിച്ചു നോക്കാമടാ. നോ 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 നോ, അടുത്തു വരണ്ട. ഈസ് മൈ ഫ്രണ്ട്. രണ്ടും നല്ല തടിച്ചു കൊഴുത്തിരിക്കുന്നു. സൂക്ഷിച്ചില്ലേ തടികേടാകും. കൂട്ടുകാർ രണ്ടുപേരും എങ്ങോട്ടാ? എങ്ങോട്ടാണെന്ന് വെറുതെ നത്തിങ്, ഔട്ടിങ്ങിന് ഇറങ്ങിയതാണ്. ഒരു സംശയം കൂട്ടുകാരെ, ശത്രുക്കളായ നിങ്ങൾ എങ്ങനെ കൂട്ടുകാരായി? ഞങ്ങളിപ്പോഴേ നമ്മുടെ തടിയൻ ബിനോയ് ഉണ്ടല്ലോ, അവന്റെ വീട്ടിലാണ് താമസം. അവിടെ എപ്പോഴും വറുത്ത ചിക്കനും ബർഗറും പിസയും മീനും ബേക്കറി ഐറ്റംസും എല്ലാം ഉണ്ട്. ഞങ്ങള് ഒരു പരസ്പര സഹായത്തോടെ അതിൽ നിന്നും കുറച്ച് അടിച്ചു മാറ്റി അടിപൊളിയായി ജീവിക്കുന്നു. വെറുതെ അല്ല ആ ബിനോയ് പോലെ ചേർത്ത് വേർത്ത് വരുന്നത്. ചേർത്തവ ഞങ്ങൾ അങ്ങ് സഹിച്ചു. ആസൂയപ്പെട്ടിട്ട് കാര്യമില്ലടാ മുതലച്ച. കണ്ടതിൽ വളരെ സന്തോഷം. അതെ, ഞങ്ങളിപ്പോ പോകുന്നു. വീണ്ടും കാണാം. ഓക്കെ, ബൈ. വീണ്ടും കാണാൻ പറ്റിയാൽ കാണാം. അതെന്താ ചേട്ടാ അങ്ങനെ പറഞ്ഞത്? ഈ തീറ്റ അപകടത്തിലേക്കാണ്. കണ്ടില്ലേ, രണ്ടുപേരും വല്ലാതെ തട്ടിച്ച് കൊഴുത്തിരിക്കുന്നത്. അതെ, ഒന്നും ഉണ്ടായിട്ട് പറയല്ല, പെട്ടെന്ന് അസുഖങ്ങൾ വരും. ഇങ്ങനെ പോയാൽ മൃഗങ്ങൾക്കൊരു ആശുപത്രി തുടങ്ങേണ്ടി വരും, തീർച്ച. ദൈവമേ, ഞാൻ എന്താണ് ഈ കാണുന്നത്? ഇതെന്താണ്? ആരാണ്? മമ്മി പേടിക്കണ്ട, ബിനോയുടെ ഹൃദയമാണ് ഞാൻ. ഹൃദയമോ? എന്താണ് എന്നെ കാണാൻ വന്നത്? ഞാൻ അവന് നല്ല ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ഒരു കുറവും വരുത്താതെ നോക്കുന്നുണ്ട്. ഹൃദയത്തിനും അത് കാരണം സന്തോഷമല്ലേ, സുഖമല്ലേ? അല്ല മമ്മി, അത് പറയാനാണ് ഞാൻ വന്നത്. സന്തോഷമല്ലെന്നോ? എന്തുപറ്റി? മമ്മി അവന് സ്നേഹത്തോടെ കൊടുക്കുന്ന അമിത ഭക്ഷണം എന്നെ മാത്രമല്ല, ലിവർ, കിഡ്നി തുടങ്ങിയ എല്ലാവരുടെയും ആരോഗ്യം ക്ഷയിപ്പിക്കുകയാണ്. രോഗാവസ്ഥയിലേക്കാണ് മമ്മി ഞങ്ങളെ തള്ളിവിടുന്നത്. ദൈവമേ, എനിക്കിതറിയില്ലായിരുന്നു. ഞാൻ ഇനി എന്ത് ചെയ്യും? അമിതാഹാരം പല പ്രശ്നങ്ങൾക്കും കാരണമാണ്. ഇപ്പോൾ തന്നെ ബിനോയ്ക്ക് തടി വളരെ കൂടുതലാണ്. കുട്ടികൾ അവനെ കളിയാക്കുന്നു. അവന് കൂട്ടുകാരില്ല. ഫിസിക്കൽ ആക്ടിവിറ്റീസിനോട് അവന് താല്പര്യമില്ല. സാമൂഹികമായും അവൻ ഒറ്റപ്പെടുന്നുണ്ട്. എന്നോട് ക്ഷമിക്കണം. എന്റെ അറിവില്ലായ്മയാണ് ഇതിനൊക്കെ കാരണം. എന്റെ ഭർത്താവ് എന്നെ പല തവണ തിരുത്താൻ ശ്രമിച്ചു, പക്ഷെ എനിക്കത് മനസ്സിലായില്ല. എന്റെ ചെറുപ്പത്തിൽ ഒരു നേരത്തെ ആഹാരം കിട്ടാതെ ഞാൻ വിഷമിച്ചിട്ടുണ്ട്. അത് എന്റെ മോനുണ്ടാകരുതെന്ന് വിചാരിച്ചു. ഞാൻ അവന്റെ ഭക്ഷണത്തിന് അമിത പ്രാധാന്യം കൊടുത്തു, മറ്റൊന്നും ചിന്തിച്ചില്ല. സമയം വളരെ വൈകിയിട്ടില്ല. നമ്മൾ ആഹാരം കഴിക്കാൻ വേണ്ടിയാകരുത് ജീവിക്കേണ്ടത്, ജീവിക്കാൻ വേണ്ടി ആഹാരം കഴിക്കുക. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം, എന്റെ മോൻ ആരോഗ്യത്തോടെ ഇരുന്നാ മതി. പച്ചക്കറിയും പഴങ്ങളും ധാരാളമായി ഉപയോഗിക്കുക. വറുത്തതും പൊരിച്ചതും കൃത്രിമ നിറം കലർത്തിയതുമായ എല്ലാ ഭക്ഷണങ്ങളും ഒഴിവാക്കുക. കൃത്യസമയങ്ങളിൽ മാത്രം ഭക്ഷണം കഴിക്കുക. എല്ലാ ഭക്ഷണങ്ങളും മിതമായ രീതിയിൽ ഉപയോഗിക്കുക. ഇറച്ചി മീനും ഇല്ലാതെ അവൻ ഭക്ഷണം കഴിക്കില്ലല്ലോ, ഞാൻ എന്ത് ചെയ്യും? എല്ലാം ഒറ്റയടിക്ക് നിർത്തണ്ട. ബിനോയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. ഇറച്ചിയും മീനും ആവശ്യത്തിന് കൊടുക്കുക. അതും നമ്മുടെ ആരോഗ്യത്തിന് ആവശ്യമാണ്. ഒന്നും അധികമാകാതെ ഇരുന്നാൽ മതി. നന്ദി ഹൃദയമേ, ഞാൻ ഇനി ശ്രദ്ധിച്ചോളാം. നിനക്കെന്തു പറ്റി? നീ എന്താ ഉറക്കത്തിൽ സംസാരിക്കുന്നേ? നമ്മുടെ മോന്റെ ഹൃദയം ഇപ്പോൾ എന്നോട് സംസാരിച്ചു. ഇപ്പോൾ എനിക്ക് എല്ലാം മനസ്സിലായി. നിങ്ങളുടെ വാക്കുകൾ ഞാൻ ചെവിക്കൊണ്ടില്ല, എന്നോട് ക്ഷമിക്കണം. ഇനി ഞാൻ ശ്രദ്ധിക്കാം. സാരമില്ല, നിനക്ക് മനസ്സിലായല്ലോ. എല്ലാം ഈശോയുടെ അനുഗ്രഹം. എൻ്റെ ഈശോയെ, അങ്ങേക്ക് നന്ദി.
1000 നന്ദി. അമ്മേ, വിശക്കുന്നു, ഭക്ഷണം എന്താ? പുട്ടും കടലയോ? എനിക്ക് വേണ്ട, ഞാനിത് കഴിക്കില്ലെന്ന് മമ്മിക്കറിയില്ലേ? കോഴി പൊരിച്ചതില്ലാതെ ഞാൻ ഭക്ഷണം കഴിക്കില്ല. മോനെ, ഇറച്ചി വറുത്തതും പൊരിച്ചതും എപ്പോഴും കഴിക്കുന്നത് നല്ലതല്ല. എന്റെ ഈശോയെ, എന്റെ മോനെ കാത്തോളിനെ ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ആരാ? ചിത്രത്തിൽ കാണുന്ന മാലാഖയെ പോലെ ഉണ്ടല്ലോ. ഞാൻ മിഖായേൽ മാലാഖ. മാലാഖ എന്തിനാണ് എന്നെ കാണാൻ വന്നത്? നമുക്കൊരിടം വരെ പോകണം. എവിടെ? പേടിക്കണ്ട, വാ. അമ്മേ, എന്തൊരു തടിയുള്ള ആളാണ്. ഇയാൾക്ക് എന്തു പറ്റി മാലാഖെ? അമിതാഹാരം തീർച്ചയായും അസുഖം വരുത്തും. നമ്മുടെ ശരീരത്തിന് ആവശ്യമായത് കഴിക്കാൻ പാടുള്ളൂ. എനിക്ക് ഭക്ഷണം എപ്പോഴും കഴിക്കണമെന്ന് തോന്നും. കഴിക്കാതിരിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ തോന്നുമ്പോൾ ഈശോയോട് പ്രാർത്ഥിക്കുക. കൂടാതെ അമിതാഹാരം വരുത്തുന്ന അസുഖങ്ങളെപ്പറ്റി ചിന്തിക്കുക. ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങളെപ്പറ്റി ആലോചിക്കുക. പതുക്കെ ബിനോയ്ക്ക് മാറാൻ പറ്റും.